ഹായ് മകളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഹൈബ്രിഡ് ട്യൂഷൻ സെൻ്ററിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ +1 +2 പഠനത്തോടൊപ്പം തന്നെ നീറ്റ് ജെയ് പോലത്തെ എക്സാമുകൾ ക്രാക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചുമാണ് മെയിനായിട്ട് നമ്മുടെ ഈ കണ്ണൂർ ഹൈബ്രിഡ് ട്യൂഷൻ സെൻ്ററിലുള്ളത്. ഒരുപാട് ഫെസിലിറ്റീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ കബീർ സാർ അടുത്തേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ചിരുന്നത് നമുക്ക് കാണാം. വാ. നമ്മുടെ പ്രിയപ്പെട്ട ഫാക്കൽറ്റി കബീർ സാർ ഇവിടെ ഉണ്ട്. ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. നീറ്റ് ജെയ്ക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. സൈലത്തിൻ്റെ കണ്ണൂർ ക്യാമ്പസിൽ എന്തൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, +1 +2 എങ്ങനെയാണ് റണ്ണ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ കബീർ സാർ, ആദ്യം തന്നെ സാറെ പറ്റി ഒന്ന് പറയാൻ നന്നായിരിക്കും. ഏകദേശം എത്ര വർഷമായി സാറ് നമ്മുടെ സൈലത്തിലെ? 12 years എക്സ്പീരിയൻസ് ഉണ്ട്. സൈലത്തിൽ ഏകദേശം എത്ര വർഷമായി? 4 years ആയി. സാറിന്റെ സ്ഥലം കണ്ണൂർ ജില്ലക്കാരനാണ്. അതായത് നമ്മുടെ കണ്ണൂർ തന്നെയുള്ള നമ്മുടെ സൈലത്തിന്റെ പ്രിയപ്പെട്ട ഫാക്കൽറ്റിയാണ്. എങ്ങനെയാണ് നമ്മുടെ +1 +2 ബാച്ച് പോകുന്നത്? സാധാ ബോർഡ് എക്സാം ലെവലിലാണോ? തീർച്ചയായിട്ടും ഫസ്റ്റ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കൺസെപ്റ്റ് പഠിപ്പിക്കും. ഓക്കെ. അതിനുശേഷം അതിന്റെ ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പരമാവധി കവർ ചെയ്യും. കൂടാതെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് അതിന്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കൂടി ക്ലാസ്സിൽ കവർ ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ ബാച്ച് റൺ ചെയ്യുന്നത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടാണ്. തീർച്ചയായിട്ടും ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ അതെ, ഓരോ ടോപ്പിക്കിൽ തന്നെയുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കൂടി കളക്ട് ചെയ്ത് അതുകൂടി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് മെറ്റീരിയൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലേ? തീർച്ചയായിട്ടും. ഏതൊക്കെ രീതിയിലാണ്? നീറ്റ് സെപ്പറേറ്റ് ബാച്ച് ആണോ? ബേസിക്കലി നമുക്ക് 3 സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്. CBSEക്ക് സെപ്പറേറ്റ് ബാച്ച് ആണ്. ഓക്കെ. കൂടാതെ ജെഇ നീറ്റ് സെപ്പറേറ്റ് ബാച്ച് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ഓക്കെ മകളെ, നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, പല ആളുകളുടെ ഒരു ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ. പക്ഷേ പല കുട്ടികളും ചെയ്യുന്നത് റിപ്പീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് എത്താറുണ്ട്. ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ +1 +2 പഠനത്തോടൊപ്പം തന്നെ നമ്മൾ അതിന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താൽ അത് നേടാൻ പറ്റുന്നുള്ളൂ. അപ്പം എങ്ങനെയൊക്കെയാണ് സൈലത്തിന്റെ മെറ്റീരിയൽസിനെ പറ്റി സാറ് പറഞ്ഞു? ക്ലാസ് റൂമുകളുടെ ഒരു ഏത് രീതിയിലാണ്? ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഹൈലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ക്ലാസ്സിൽ. ഇപ്പൊ ക്ലാസ്സിൽ പോകുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ആണ്. അതെ. റീസൺ, കുട്ടികളൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ ചോദിക്കാറുണ്ട്. ഇനി ഡൗട്ട്സ് വന്നാൽ തന്നെ അത് സ്റ്റാഫ് റൂമിലൊക്കെ വന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ഇമൈ പാർവൺ. ഞാൻ സൈലം കണ്ണൂരിലെ +1 സയൻസ് സ്റ്റുഡൻ്റ് ആണ്. ഈ സൈലം കണ്ണൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലാസ്സുകളെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടത് ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചാണ്. ടീച്ചേഴ്സൊക്കെ ഓരോ കൺസെപ്റ്റ്സും വളരെ ക്ലിയറായിട്ട് ഇൻഡെപ്തായിട്ട് പറഞ്ഞു തരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഓരോ എക്സാംസിനെയും ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എൻട്രൻസ് എക്സാംസിനെയും നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കൂടിയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പല സെന്ററുകളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ട പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ നേരിടുന്ന പ്രശ്നം ഈ ബ്ലാക്ക് ബോർഡ് സിസ്റ്റം ഉള്ള ടൈമിൽ പിറകിലുള്ള കുട്ടിക്ക് ഇത് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളായതുകൊണ്ട് ഏത് കോർണറിലെ കുട്ടിക്കും തീർച്ചയായും നമ്മൾ എഴുതുന്നത് കാണാൻ പറ്റുന്നതാണ്. ഈവൻ ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്കത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനും പറ്റും വീഡിയോസ് ആയിട്ട്. പിന്നെ സൈലത്തിന്റെ ക്ലാസ് റൂമുകളെ പറ്റി പറയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആയ ക്ലാസ് റൂംസ് ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഓരോ കംഫർട്ടും നമുക്ക് കിട്ടുന്നത് വളരെ നല്ല ഒരു സംഭവം കൂടിയാണ്. കോൺസെപ്റ്റ് പഠിച്ച് തന്നെ കുട്ടി പോകണം. തീർച്ചയായിട്ടും. ഇപ്പോൾ മെയിനായിട്ട് ഒരു എൻട്രൻസ് എക്സാമിന് കുട്ടി ഫേസ് ചെയ്യുന്ന ഒരു കുട്ടി ഫെയിൽ ആവുന്നത് കൺസെപ്റ്റിലാണ്. അതിന്റെ ബേസ്ഡ് ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ബാച്ചസിൽ ഇപ്പം level 1 level 2 ക്വസ്റ്റൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഇനി വരുന്ന ട്യൂഷൻസ് എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിങ്സ് ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ബാച്ച് ആണെങ്കിലും ഞങ്ങൾ റൺ ചെയ്യുന്നത്. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് ബോർഡ് എക്സാമിന് ബാധിക്കാനുള്ള സാധ്യതയല്ലേ? ഇല്ല, കറക്റ്റ് കുട്ടികൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് ബോർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, എൻട്രൻസിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പാണ്. കാരണം എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റൻസ് നമ്മൾ എൻട്രൻസ് കോർണർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അതെ, മെറ്റീരിയൽ സ്പെഷ്യലായിട്ട്. അതെ. കൂടാതെ നമുക്കിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം CBSE അല്ല NCERT ടെക്സ്റ്റ് ബുക്ക് ക്ലിയർ ആയിട്ട് കവർ ചെയ്ത് പോകേണ്ട ഒരു രീതിയുണ്ട്. അതുകൊണ്ട് NCERT കോർണർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻസ് കൂടി അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം മെയിനായിട്ടൊരു 3 tier സിസ്റ്റം ആണ്. അതായത് PYQs ഉണ്ട്, എൻട്രൻസ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ട്, കൂടാതെ നമുക്ക് NCERT ലെവൽ ക്വസ്റ്റൻസ് ഉണ്ട്. My name is Devapriya Vinod. ഞാൻ കണ്ണൂർ സൈലം ഹൈബ്രിഡ് സെന്ററിലെ +1 സയൻസ് വിത്ത് JEE സ്റ്റുഡൻ്റ് ആണ്. ഇവിടുത്തെ മെറ്റീരിയൽസ് ഓരോ ചാപ്റ്ററിനും, അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ ചാപ്റ്ററിനും ഓരോ മെറ്റീരിയൽസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്, പേഴ്സണലൈസ്ഡ് ആണ്. നമുക്ക് സ്റ്റുഡൻസിന് ഈസിയായി മനസ്സിലാക്കി നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച്
പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പല ആളുകൾ പല സെന്ററുകളും മറ്റ് സെന്ററുകളൊക്കെ നമ്മൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് സൈലത്തിന്റെ അല്ല കേട്ടോ, പുറമുള്ള സെന്ററുകളിലൊക്കെ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി ആണ്. അപ്പം ക്ലാസ് എടുക്കുന്നു, ടീച്ചേഴ്സ് പോകുന്നു. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്? ഇതിപ്പോ മെയിൻ ആയിട്ട് നമുക്ക് സൈലത്തിലുള്ള എല്ലാ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് നീറ്റ് ജെയ്ക്ക് എടുക്കുന്ന അതേ ഫാക്കൽറ്റീസ് റിപ്പീറ്റേഴ്സിന് എടുക്കുന്ന 10 to 12 years അല്ലെങ്കിൽ 15 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ഇവിടെയും ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മുടെ കണ്ണൂർ സെന്ററിലെ എല്ലാ സെന്ററിലും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കറിയാം ഒരു ക്വാളിറ്റി ഉള്ള ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെയാണ് കോൺസെപ്റ്റ് അത്രയും കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പറയാനുള്ളത് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലാസ്സിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്ന ആപ്പ് ആക്സസ് ആണ്. ഇപ്പോൾ ഇവിടുന്ന് ടീച്ചർ പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് വീട്ടിൽ പോയിട്ട് ഈ ആപ്പിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവാത്ത ടോപ്പിക്കൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യാനും കൂടിയുള്ള ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പ് ആക്സസിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു മികച്ച വിജയത്തിലേക്ക് എത്താൻ പറ്റും സൈലത്തിൻ്റെ കൂടെ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ നീറ്റ് ജെഇ ഓറിയന്റഡ് ആയിട്ടുള്ള +1 ബാച്ച് ഉണ്ടല്ലോ, അവർക്ക് എക്സാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തുന്നത്? അവർക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ട്. പിന്നെ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസും അവരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇതിന്റെ റിസൾട്ട് അതായത് എക്സാം ആയിട്ട് തന്നെ പ്രാക്ടീസ് എക്സാം ആയിട്ട് തന്നെ ചെയ്യും, ഒബ്ജക്റ്റീവ് ആയിട്ട് MCQ ആയിട്ട് തന്നെ ചെയ്യിക്കുന്നുണ്ട്. അത് OMR ഷീറ്റ് വെച്ചുള്ള എക്സാംസ് തന്നെയാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ശേഷം പല സ്ഥാപനങ്ങളും ചെയ്യാറുണ്ട് ഇങ്ങനെ എക്സാം നടത്തും, പക്ഷേ വാല്യുവേഷൻ ഇല്ല. ഇത് ഓൺ ദ സ്പോട്ട് മിക്കവാറും ആ ദിവസം തന്നെ പാരന്റ്സിന് റിസൾട്ട് അറിയിക്കുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് ഓരോ ബാച്ചിലും നമുക്ക് ഓരോ മെന്റർ ഉണ്ട്. കറക്റ്റ് ഇൻഫർമേഷൻസ്, കുട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, സ്കോർ, പെർഫോമൻസ്, ക്ലാസ്സിലെ റാങ്ക് കാര്യങ്ങളൊക്കെ മെന്റർ പാരന്റ്സിനെ അറിയിക്കും. ഞാൻ +2 ട്യൂഷന് പോയ സമയത്ത് അവിടെ പേരിന് ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് പേപ്പർ തരും, കുറച്ച് കറുപ്പിക്കും, ചിലപ്പോൾ അവർ ആൻസർ ചെയ്ത് തരികയാണെങ്കിൽ തരും. അതിന്റെ വേറെ ഡിസ്കഷൻ ഒന്നും ഉണ്ടാവില്ല. ഞാൻ അതാ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിരിക്കുന്നത്. കാരണം പലപ്പോഴും പറയാം ഒരു ടോപ്പിക് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് 1-2 മാസം കുറച്ച് MCQ ചെയ്യിപ്പിക്കും, 10-15. ജസ്റ്റ് അങ്ങനെയല്ല, ത്രൂ ഔട്ട് ഫസ്റ്റ് ഡേ തൊട്ടേ കുട്ടികൾ എൻട്രൻസ് ക്വസ്റ്റ്യൻ കാണാണ്. ഓരോ ടോപ്പിക്കും അതിന്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ട് കുട്ടി മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിൽ ഒരു 2 വർഷം ഇപ്പം +1 ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, 2 വർഷം ഈ ഒരു സിസ്റ്റത്തിലൂടെ പോയി കഴിഞ്ഞാൽ 100% ഇന്ത്യയിലെ എല്ലാ എൻട്രൻസ് അവന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്രയും ലെവൽ കൂടുതലേ. തീർച്ചയായിട്ടും ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, ഇപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് പറ്റുമോ അത് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന കുട്ടിക്ക് മറ്റുള്ള ചോദ്യങ്ങൾക്ക് ഈസി ആയിരിക്കും. പ്രത്യേകിച്ച് ബോർഡ് എക്സാം, എൻട്രൻസ് ലെവലിലുള്ള ചോദ്യങ്ങൾ പഠിക്കുന്ന കുട്ടിക്ക് ബോർഡ് എക്സാം എന്തായാലും വളരെയധികം സന്തോഷം സാറേ, സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് മാറ്റി വെച്ചതിന്. അപ്പോൾ വീണ്ടും കാണാം. ഇനിയിപ്പോൾ എല്ലാ കുട്ടികളും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കണ്ണൂരിലെ ഹൈബ്രിഡ് ട്യൂഷൻ സെന്ററിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വരാം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് തന്നെ വരിക. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള, പ്രത്യേകിച്ച് ആ ടീച്ചേഴ്സ് എപ്പോഴും നിങ്ങൾക്കറിയാം സൈലത്തിൻ്റെ ടീച്ചേഴ്സ് എപ്പോഴും ഡിഫറൻ്റ് ആണ്, ഫ്രണ്ട്ലി ആയിട്ടുള്ള. സ്ട്രിക്റ്റ് ആണോ വെച്ചാൽ സ്ട്രിക്റ്റ് ആണ്, സ്ട്രിക്റ്റിൻ്റെ ആവശ്യമുള്ള സമയത്ത് സ്ട്രിക്റ്റ് ആവണം. എന്നാൽ നമുക്ക് ഭയങ്കര ബേർഡൻ ആവുന്ന രീതിയിലേക്കല്ല നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത്രയും ഫ്രണ്ട്ലി ആയിക്കൊണ്ട്, അത്രയും ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ അപ്ലൈ ചെയ്തുകൊണ്ട്, അത്രയും കീഴിലുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലാണ് ഞങ്ങൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ സാറ് പറഞ്ഞ പല ബാച്ചുകൾ അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ബാച്ച് ക്ലോസ് ചെയ്യാത്തത് നിങ്ങൾക്ക് അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇറ്റ്സ് മീ ഷാഹിദ് ഫ്രം സൈലന്റ് ലേണിംഗ്. നിങ്ങളുടെ പ്രിയപ്പെട്ട കബീർ സർ.